മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കാൻ ശക്തമായ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതിന് മുന്നോടിയായി സർവകക്ഷി യോഗം ചേരും. പരിസ്ഥിതി പ്രവർത്തകർ, മതാധ്യക്ഷന്മാർ, മാധ്യമപ്രതിനിധികൾ എന്നിവരുമായും കൂടിയാലോചന നടത്തുമെന്നും ഉന്നതതല യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാരിനെ അറിയിക്കാതെ കുരിശുപൊളിച്ചു നീക്കിയതിനെയും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചതിനെയും യോഗത്തിൽ മുഖ്യമന്ത്രി വിമർശിച്ചു. ഇടുക്കിയിലെ പട്ടയ വിതരണം സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കൽ സംബന്ധിച്ച് നിലപാട് വ്യക്തമാക്കിയത്. കയ്യേറ്റക്കാരോട് വിട്ടുവീഴ്ചയില്ലെന്നും എന്നാൽ കുടിയേറ്റക്കാരെ സംരക്ഷിക്കണമെന്നും യോഗശേഷം മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്ത് ചില കയ്യേറ്റങ്ങളുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ആ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന് ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. സർക്കാർ അത്തരമൊരു നടപടി സ്വീകരിക്കുന്നതിന് മുൻപായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും യോഗം വിളിക്കാൻ ഉദ്ദേശിക്കുന്നു. ഒഴിപ്പിക്കൽ നടപടികൾക്കായി ജില്ലാതല ഏകോപന സമിതികൾ രൂപീകരിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. വൻകിട കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന് മുൻഗണന നൽകണമെന്നും റവന്യൂ വകുപ്പും പോലീസും സഹകരിച്ച് പ്രവർത്തിക്കണമെന്നും ജനപ്രതിനിധികളെ അകറ്റി നിർത്തരുതെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചു. കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനു മുൻപ് നോട്ടീസ് നൽകുന്നതടക്കമുള്ള നിയമ നടപടികളെല്ലാം കൃത്യമായി പാലിക്കണമെന്നും പരിസ്ഥിതി ലോല പ്രദേശമായതിനാൽ മൂന്നാറിൽ JCB ഉൾപ്പെടെയുള്ളവ ഉപയോഗിക്കരുതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതേസമയം സർക്കാരിനെ അറിയിക്കാതെ ജില്ലാ ഭരണകൂടം സ്വീകരിച്ച ചില നടപടികളെ മുഖ്യമന്ത്രി യോഗത്തിൽ വിമർശിച്ചു. കുരിശു പൊളിച്ചതും പോലീസിനെ അറിയിക്കാതെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചതും ശരിയായില്ല. പട്ടയ വിതരണം സമയബന്ധിതമായി പൂർത്തിയാക്കാത്തതിനെ വിമർശിച്ച മുഖ്യമന്ത്രി മെയ് 21 പട്ടയമേള നടത്തി 10,000 കുടുംബങ്ങൾക്കെങ്കിലും പട്ടയം നൽകണമെന്നും നിർദ്ദേശിച്ചു. കയ്യേറ്റം ഒഴിപ്പിക്കൽ തുടരുമെന്ന് റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരനും വ്യക്തമാക്കി. മന്ത്രി M. M. മണി, ചീഫ് സെക്രട്ടറി, റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി, ഇടുക്കി കളക്ടർ, സബ് കളക്ടർ തുടങ്ങിയ ഉന്നതോദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മൂന്നാറിൽ വൻകിട കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് LDF യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. 1977-കാർക്ക് പട്ടയം നൽകുന്നതിന് നടപടി കൈക്കൊള്ളണമെന്നും LDF ആവശ്യപ്പെട്ടു. അതേസമയം മൂന്നാറിൽ തർക്കങ്ങൾ തീർന്നിട്ടില്ലെന്നും അവ ചർച്ചയിലൂടെ പരിഹരിക്കുമെന്നും CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. മൂന്നാറിൽ കയ്യേറ്റമൊഴിപ്പിക്കാൻ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകണം. ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച പാടില്ലെന്നും LDF സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അനധികൃത നിർമ്മാണങ്ങൾ തടയാൻ അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണം. കയ്യേറ്റക്കാരെയും കുടിയേറ്റക്കാരെയും രണ്ടായി കണ്ടുവേണം നടപടി സ്വീകരിക്കാനെന്നും സർക്കാരിനോട് LDF ആവശ്യപ്പെട്ടു. അതേസമയം മൂന്നാർ വിഷയവുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളെല്ലാം അവസാനിച്ചിട്ടില്ലെന്നും ഇവ ചർച്ചയിലൂടെ പരിഹരിക്കുമെന്നും CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പാപ്പാത്തിച്ചോലയിൽ സ്ഥാപിച്ചിരുന്ന കുരിശ് ഏതെങ്കിലും സഭയുടേതല്ലെന്നും കാനം പറഞ്ഞു. ഇല്ല, പ്രശ്നങ്ങളൊക്കെ ഇനിയും ഉണ്ടാവും. അങ്ങനെ അവസാനിക്കുന്നത് അത് ചർച്ച ചെയ്തല്ലേ അവസാനിക്കും. എല്ലാ കാര്യത്തിനും എപ്പോഴും തീരുമാനം ഉണ്ടാകുമോ? ചിലത് വീണ്ടും ചർച്ച ചെയ്യേണ്ടി വരും, കൂടുതൽ ചർച്ച ചെയ്യേണ്ടി വരും. സർക്കാരിന്റെ 1-ാം വാർഷികം വിപുലമായ പരിപാടികളോടെ മെയ് 25 മുതൽ ഒരാഴ്ചക്കാലം ആചരിക്കുന്നതിനും LDF യോഗം തീരുമാനിച്ചു. ഇതോടനുബന്ധിച്ച് തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് പൊതുയോഗങ്ങൾ ചേരാനും തീരുമാനിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ 1-ാം വാർഷികത്തിന് മുമ്പായി ഇടുക്കി ജില്ലയിൽ ഉപാധിരഹിത പട്ടയം നൽകാനും LDF സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇടുക്കി പാപ്പാത്തിച്ചോലയിൽ ഇന്നലെ വീണ്ടും സ്ഥാപിച്ച മരക്കുരിശ് കാണാനില്ല. കുരിശ് നീക്കിയത് ആരെന്നും വ്യക്തമല്ല. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ മിനിഞ്ഞാന്ന് പൊളിച്ച കുരിശിന്റെ സ്ഥാനത്തായിരുന്നു പുതിയ മരക്കുരിശ് ഇന്നലെ വൈകുന്നേരത്തോടെ സ്ഥാപിച്ചത്. പുതിയതായി സ്ഥാപിച്ച കുരിശുമായി ബന്ധമില്ലെന്ന് നേരത്തെ പൊളിച്ച കുരിശിന്റെ ഉടമസ്ഥത ആരോപിക്കപ്പെട്ടിരുന്ന സ്പിരിറ്റ് ഇൻ ജീസസ് പറഞ്ഞിരുന്നു. സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് കളങ്കം സൃഷ്ടിക്കുന്ന നിലപാടാണ് മൂന്നാറിൽ ചില ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നതെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം A. വിജയരാഘവൻ. ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ മാധ്യമങ്ങൾ ആശയക്കുഴപ്പമുണ്ടാക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. CPIM നേതാവും മുൻമന്ത്രിയുമായ TK രാമകൃഷ്ണൻ അനുസ്മരണ സമ്മേളനം കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ P. രാജീവ്, MC സുരേന്ദ്രൻ, CN സുന്ദരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ സമൂഹത്തിൽ ഗുണപരമായ പരിവർത്തനം ഉണ്ടാക്കാൻ മുൻകൈയെടുക്കുന്ന ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തും. അത്തരം നിലപാടുകൾ ചില ഉദ്യോഗസ്ഥന്മാർ സ്വീകരിക്കും, തെറ്റായ സമീപനങ്ങൾ സ്വീകരിക്കും, മാധ്യമങ്ങളെ പ്രോത്സാഹിപ്പിക്കും. മുസ്ലിം ലീഗ് നേതൃയോഗം ഇന്ന് മലപ്പുറത്ത് ചേരും. PK കുഞ്ഞാലിക്കുട്ടി രാജിവെച്ച സാഹചര്യത്തിൽ മുസ്ലിം ലീഗിന്റെ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനാണ് യോഗം. പകരം MK മുനീറിനെ ചുമതലപ്പെടുത്തണമെന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം. പ്രതിപക്ഷ ഉപനേതാവിനെ മുസ്ലിം ലീഗ് പിന്നീട് നിർദ്ദേശിക്കും. മലപ്പുറത്ത് തെരഞ്ഞെടുപ്പ് വിജയവും വേങ്ങര ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളും യോഗം വിലയിരുത്തും. പാണക്കാട് ഹൈദരലി തങ്ങളുടെ വസതിയിലാണ് യോഗം.
മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന പോലീസ് ഉന്നതോദ്യോഗസ്ഥരുടെ യോഗങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം മേഖലാ യോഗമാണ് ഇന്ന് നടക്കുക. ടെക്നോ പാർക്കിലെ പാർക്ക് സെന്ററിൽ വൈകിട്ട് 3-നാണ് യോഗം. പോലീസിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി നടക്കുന്ന യോഗത്തിൽ SI-മാർ മുതലുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. പോലീസിനെതിരെയുള്ള വിമർശനങ്ങളും ചർച്ചയാവുന്ന യോഗത്തിൽ സർക്കാരിന്റെ പോലീസ് നയം മുഖ്യമന്ത്രി വിശദീകരിക്കും. മുഖ്യമന്ത്രി നേരിട്ട് പങ്കെടുക്കുന്ന താഴെത്തട്ടിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം സംസ്ഥാനത്ത് ആദ്യമായാണ് നടക്കുന്നത്. വരും ദിവസങ്ങളിൽ മറ്റ് മേഖലകളിലും യോഗം നടക്കും. സംസ്ഥാന പോലീസ് മേധാവി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ എല്ലാ യോഗങ്ങളിലും പങ്കെടുക്കും. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് പൊതുസമ്മതനെ നിർത്താനുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ചർച്ചകൾ ദില്ലിയിൽ സജീവമാകുന്നു. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി, ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ തുടങ്ങിയവർ പ്രാഥമിക ചർച്ചകൾ നടത്തി. സംയുക്തമായ സ്ഥാനാർത്ഥിയെ നിർത്തുന്ന കാര്യത്തിൽ തീരുമാനം ഉടനുണ്ടാകുമെന്നാണ് സൂചന. ജൂലൈ 25-ന് രാഷ്ട്രപതിയായുള്ള പ്രണബ് മുഖർജിയുടെ കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ പ്രസിഡന്റിനായുള്ള ചർച്ചകൾ സജീവമാകുന്നത്. BJP നേതൃത്വം നൽകുന്ന NDAയ്ക്ക് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മേൽക്കൈയുണ്ടെങ്കിലും ഒറ്റയ്ക്ക് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാനുള്ള വോട്ടിംഗ് ബലം കുറവ്. ഈ പശ്ചാത്തലത്തിൽ NDA സ്ഥാനാർത്ഥിക്കെതിരെ പ്രതിപക്ഷ പാർട്ടികൾ സംയുക്തമായി നീങ്ങണമെന്ന ആവശ്യം ശക്തമാണ്. ഇരു മുന്നണികളിലുമില്ലാത്ത CPIM അടക്കമുള്ള ഇടതുപാർട്ടികൾ, BSP, സമാജ്വാദി, തൃണമൂൽ കോൺഗ്രസ്, AIADMK തുടങ്ങിയവരുടെ പിന്തുണ നിർണായകം. സംയുക്ത സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി തുടക്കമിട്ട് കഴിഞ്ഞു. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുമായി സോണിയാഗാന്ധി സംസാരിച്ചു. പൊതുസമ്മതനെ നിർത്തിയാൽ പിന്തുണയ്ക്കാം എന്ന നിലപാടിലാണ് CPIM. JDU നേതാവും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാറും സോണിയാഗാന്ധിയെ കണ്ടു. രാജ്യസഭാ അംഗം ശരത് യാദവിനെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കുക എന്ന ആലോചനയാണ് നിതീഷ് കുമാറിനുള്ളത്. വിവിധ പ്രതിപക്ഷ പാർട്ടികളും പലരെയും ഉയർത്തിക്കാട്ടുന്നു. ഇക്കാര്യത്തിൽ ഏക അഭിപ്രായത്തിലെത്തണം. ഉടൻ തീരുമാനമുണ്ടാകുമെന്നാണ് സൂചന. RSS നേതാവ് മോഹൻ ഭഗവത് അടക്കമുള്ളവരുടെ പേരുകൾ വിവിധ സംഘപരിവാർ സംഘടനകൾ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്നുണ്ട്. പക്ഷേ പ്രതിപക്ഷ പാർട്ടികൾ സംയുക്തമായി ഒരു പൊതുസമ്മതനെ നിർത്തിയാൽ NDAയുടെ രാഷ്ട്രപതി നീക്കങ്ങൾക്ക് അത് തടസ്സമാകും. ദില്ലിയിൽ നിന്നും സന്തോഷ് സർലിംഗ്. ആന്ധ്രാപ്രദേശിലെ ചിറ്റൂരിൽ കർഷകർ നടത്തിവന്ന സമരത്തിനിടയിലേക്ക് ലോറി പാഞ്ഞുകയറി 20 പേർ മരിച്ചു. 15 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. നിയന്ത്രണം വിട്ട ലോറി വൈദ്യുതി പോസ്റ്റ് ഇടിച്ച് തകർത്താണ് സമരവേദിയിലേക്ക് പാഞ്ഞുകയറിയത്. ചരക്ക് ലോറി അമിത വേഗത്തിലാണ് വന്നത്. നിരവധി വാഹനങ്ങളും കടകളും തകർത്ത ശേഷം ലോറി കർഷകർക്കിടയിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. 6 പേർ ലോറിയുടെ ടയറിനടിയിൽപ്പെട്ടും മറ്റ് 14 പേർ പോസ്റ്റ് തകർന്നുണ്ടായ വൈദ്യുതാഘാതത്തിലുമാണ് മരിച്ചത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടമുണ്ടാക്കിയ ലോറിയുടെ ഡ്രൈവറും ക്ലീനറും ഓടി രക്ഷപ്പെട്ടു. മുന്നണിയിൽ ചർച്ച ചെയ്യാതെ KM മാണിയെ UDF-ലേക്ക് ക്ഷണിച്ച MM ഹസന്റെ നടപടിക്കെതിരെ UDF യോഗത്തിൽ രൂക്ഷ വിമർശനം. KM മാണിയെ UDF-ലേക്ക് ക്ഷണിക്കേണ്ട കാര്യമില്ലെന്ന് UDF കൺവീനർ PP തങ്കച്ചൻ പറഞ്ഞു. UDF തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. മൂന്നാറിലെ ഒഴിപ്പിക്കലിന്റെ ഭാഗമായി കുരിശ് തകർത്ത നടപടി അധാർമികമായി പോയെന്നും PP തങ്കച്ചൻ പറഞ്ഞു. മലപ്പുറം തെരഞ്ഞെടുപ്പ് വിജയമായിരുന്നു UDF നേതൃയോഗത്തിലെ പ്രധാന അജണ്ട. PK കുഞ്ഞാലിക്കുട്ടിയെ അഭിനന്ദിച്ച യോഗം വോട്ടിംഗ് ശതമാനവും ചർച്ച ചെയ്തു. ഇതിനു പിന്നാലെ SJDU നേതാക്കൾ മാണി വിഷയം യോഗത്തിൽ ഉന്നയിക്കുകയായിരുന്നു. മുന്നണിയിലെ ചർച്ചയോ തീരുമാനമോ ഇല്ലാതെ എന്തടിസ്ഥാനത്തിലാണ് KPCC പ്രസിഡന്റ് MM ഹസൻ UDF-ലേക്ക് KM മാണിയെ ക്ഷണിച്ചതെന്ന് നേതാക്കൾ ചോദിച്ചു. ഹസന്റേത് മുന്നണി മര്യാദയുടെ ലംഘനമാണെന്നും SJDUയും കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗവും കുറ്റപ്പെടുത്തി. KM മാണിയെ നിലവിലെ സാഹചര്യത്തിൽ UDF-ലേക്ക് ക്ഷണിക്കേണ്ടതില്ലെന്നും ലീഗ് ഒഴികെയുള്ള ഘടകകക്ഷികൾ യോഗത്തിൽ അഭിപ്രായപ്പെട്ടു. എന്നാൽ മാണിയുടെ തിരിച്ചുവരവ് തള്ളിക്കളയരുതെന്ന് PK കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടു. അതേസമയം മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് താൻ മറുപടി പറയുകയായിരുന്നു എന്നാണ് MM ഹസൻ വിമർശനത്തിന് വിശദീകരണം നൽകിയത്. മാണിയെ UDF-ലേക്ക് ക്ഷണിക്കുന്നതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് UDF കൺവീനറുടെ മറുപടി ഇങ്ങനെ: പന്ത് മാണി സാറിൻ്റെ കോർട്ടിലാണ്, അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. പ്രത്യേകം ക്ഷണിക്കേണ്ട കാര്യമില്ല. ഓപ്പൺ ഇൻവിറ്റേഷൻ കിടക്കാം, വാതിൽ കൊട്ടിയെടുത്തിട്ടില്ല. മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കലിന്റെ ഭാഗമായുള്ള കുരിശ് നീക്കം ചെയ്യലിലും PP തങ്കച്ചൻ പ്രതികരിക്കാതിരുന്നില്ല. കുരിശ് പൊളിച്ചത് വളരെ അധാർമികമായി. അത് മറ്റു വഴികളുണ്ടായിരുന്നു. സ്ഥലം കൈവശപ്പെടുത്തിയിട്ട് കുരിശ് അവരോട് തന്നെ പൊളിച്ചു മാറ്റാം, അതൊക്കെയാണ് മര്യാദ. ഈ ഒറ്റയടിക്ക് അത് പൊളിച്ചു കളിയാൽ അത് വളരെ നികൃഷ്ടമായ രീതിയിൽ പിടിച്ച് വളച്ച് ഓടിച്ച് അത് ഒരു ക്രിസ്ത്യൻ വിശ്വാസികളെ സംബന്ധിക്കുന്നതോട് മാനസികമായി വലിയ ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ട്. ഫോർവേഡ് ബ്ലോക്കിനെ UDF-ൽ ക്ഷണിതാവാക്കാനും കന്റോൺമെന്റ് ഹൗസിൽ ചേർന്ന UDF യോഗത്തിൽ തീരുമാനമായി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
UDF-ലേക്ക് തന്നെ ആരും ക്ഷണിച്ചിട്ടില്ലെന്നും ഇത്തരം ആവശ്യവുമായി ആരുടെയും മുന്നിൽ ചെന്നിട്ടില്ലെന്നും KM മാണി. ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ തമാശയാണ്. അങ്ങനെയുള്ള ചർച്ചകളുമായി മുന്നോട്ട് പോകുന്നത് മോശമാണെന്നും മാണി പറഞ്ഞു. വളരെ തമാശയായ ഒരു കാര്യമാണ്. ദയവായി അങ്ങനെ ചർച്ചയൊന്നും വേണ്ട. ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ഇപ്പം പ്രവർത്തിക്കുകയാണ്. ഞങ്ങളിങ്ങനെ ഈ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടില്ലല്ലോ. ഒരപേക്ഷ ആരുടെയെങ്കിലും മുമ്പിൽ ചെന്നിട്ടുണ്ടോ? സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന കേരള കോൺഗ്രസിനെ മറ്റൊരു ചർച്ചയിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ട് കാര്യമില്ല. അത് കൊണ്ടുപോകരുത്. അത് കൊണ്ടുപോകുന്നത് വളരെ മോശമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാം. വരൾച്ചയിൽ ഇല്ലാതാവുകയാണ് ഒരു പ്രദേശത്തിന്റെ മുഴുവൻ ജലസ്രോതസ്സായ പുഴ. കോഴിക്കോട് ബാലുശ്ശേരിയിലെ കോട്ടനാടപ്പുഴയാണ് വരൾച്ചയിൽ വറ്റിവരളുന്നത്. ഒരു നാടിന്റെ മുഴുവൻ ജലസംഭരണിയായ മഞ്ഞപ്പുഴയുടെ ഭാഗമായി ഒഴുകുന്ന കോട്ടനാടപ്പുഴയാണ് വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്നത്. കൊടും വരൾച്ച ഈ പുഴയെ അപ്പാടെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ബാലുശ്ശേരിയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നായ കോട്ടനാടപ്പുഴ ഇന്നിവിടം പുഴയായി കാണാൻ സാധിക്കുകയില്ല. പുഴയ്ക്ക് പകരം ചെറിയ ഒഴുക്കുകൾ മാത്രം. വരൾച്ചാക്കാലത്ത് ബാലുശ്ശേരി നഗരത്തിലും മറ്റു പ്രദേശങ്ങളിലും വെള്ളം എത്തിക്കുന്ന ഈ പുഴ മരണത്തിന്റെ വക്കിൽ കൂടിയാണ്. ഈ പുഴയിൽ വെള്ളമുള്ളപ്പോൾ സമീപ പ്രദേശങ്ങളിലെ കിണറുകളിലൊക്കെ ധാരാളം വെള്ളം ഉണ്ടാകുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇങ്ങനെ വെള്ളം വറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് സമീപ പ്രദേശങ്ങളിലെ കിണറുകളിലൊക്കെ വെള്ളം വറ്റുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഈ പുഴയിലെ വെള്ളം ആശ്രയിച്ചാണ് തൊട്ടടുത്ത വയലിൽ കൃഷി നടത്തി വന്നിരുന്നത്. വെള്ളം വറ്റിയതോടെ കൃഷി പോലും ഇറക്കാൻ കഴിയാതെ ദുരിതത്തിൽ ആയിരിക്കുകയാണ് ഇവിടുത്തുകാർ. പുഴയെ സംരക്ഷിക്കാനുള്ള ശാശ്വത പരിഹാരത്തിനായി സർക്കാരിന് 8.25 കോടിയുടെ ഒരു പദ്ധതി പഞ്ചായത്ത് സമർപ്പിച്ചിട്ടുണ്ട്. ഈ പദ്ധതി നിലവിൽ വന്നാൽ പ്രദേശത്തിന് വലിയ ആശ്വാസമാണ് അതുണ്ടാക്കുക. പുഴയെ സംരക്ഷിക്കാനായി ഉടൻ തന്നെ ഒരു തടയണ നിർമ്മിക്കണമെന്ന ആവശ്യവും നാട്ടുകാർ ഉയർത്തുന്നുണ്ട്. ഇവിടെ ഒരു പുഴ ഉണ്ടായിരുന്നു എന്നു തന്നെ വേണം പറയാൻ. ഒരു നാടിന്റെ മുഴുവൻ ജലസ്രോതസ്സായ പുഴയാണ് വറ്റിവരണ്ടുകൊണ്ടിരിക്കുന്നത്. വരൾച്ചയുടെ ഏറ്റവും ഭീകരമായ മുഖമാണ് ഇവിടെ കാണാൻ സാധിക്കുക. ക്യാമറാമാൻ ജിബേഷിനൊപ്പം മേഘമാധവൻ, കോഴിക്കോട്. വേനൽ മഴയിലെ വെള്ളം പാടത്ത് കെട്ടിനിൽക്കുന്നതിനാൽ ഇറക്കിയ കൃഷി കൊയ്യാൻ സാധിക്കാതെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് പന്തളം ചിറ്റിലപ്പാടത്തെ കർഷകർ. സമയത്ത് കൊയ്യാൻ സാധിക്കാത്തതിനാൽ കടം വാങ്ങിയ തുക എങ്ങനെ തിരിച്ചടയ്ക്കുമെന്ന ധർമ്മസങ്കടത്തിലാണ് ഇവിടുത്തെ കർഷകർ. സ്വർണവും വീടും സ്ഥലവുമെല്ലാം പണയപ്പെടുത്തിയും കൊള്ളപ്പലിശയ്ക്ക് പണം കടമെടുത്തുമാണ് ചിറ്റിലപ്പാടത്തെ കർഷകർ കൃഷിയിറക്കിയത്. എന്നാൽ വേനൽ മഴയിലെ വെള്ളം പാടത്ത് കെട്ടിനിൽക്കുന്നതിനാൽ ഇറക്കിയ കൃഷി കൊയ്യാൻ മാത്രം കർഷകർക്ക് സാധിക്കുന്നില്ല. സമയത്ത് കൊയ്യാൻ സാധിക്കാത്തതിനാൽ കടം വാങ്ങിയ തുക എങ്ങനെ തിരിച്ചടയ്ക്കും എന്ന ധർമ്മസങ്കടത്തിലാണ് ഇവിടുത്തെ കർഷകർ. കൃഷിഭവനിൽ നിന്നും മുനിസിപ്പാലിറ്റിയിൽ നിന്നും എല്ലാം ആൾ വന്ന് കാണുകയും പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിനൊരു പരിഹാരം എന്താണെന്നുള്ളതൊന്നും അറിയാൻ വയ്യ. കച്ചിയും ഓലയും ഒക്കെ ഇട്ട് പാടത്ത് കൊയ്ത്തേന്ത്രം ഇറക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. പാടത്തെ വെള്ളം വറ്റുന്നതുവരെ കാത്തിരുന്നാൽ കതിരുകളൊടിഞ്ഞ് നാശനഷ്ടം കൂടും. 200 ഏക്കറോളം വരുന്ന പാടശേഖരത്ത് ട്രാക്ടർ ഇറക്കാൻ 500 മീറ്റർ മാത്രമാണ് വഴിയുള്ളത്. കൃഷിവകുപ്പിന്റെ കണക്കനുസരിച്ച് 100 മേനി വിളവാണ് ചിറ്റിലപ്പാടത്തുള്ളത്. പക്ഷേ കർഷകർക്ക് അത് പ്രയോജനപ്പെടണമെങ്കിൽ കൃത്യസമയത്ത് കൊയ്ത്ത് നടക്കണമെന്ന് മാത്രം. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിദഗ്ധ സംഘം സുരക്ഷാ പരിശോധന നടത്തി. സെപ്റ്റംബറിൽ വിമാനത്താവളം പ്രവർത്തന സജ്ജമാവാനിരിക്കെയാണ് പരിശോധന. സെപ്റ്റംബറിൽ സർവീസ് ആരംഭിക്കാനിരിക്കെ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സുരക്ഷാ പരിശോധന ആരംഭിച്ചു. ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ, കസ്റ്റംസ്, ഇന്റലിജൻസ് ബ്യൂറോ എന്നിവയിലെ ഉന്നത ഉദ്യോഗസ്ഥ സംഘമാണ് പരിശോധന നടത്തിയത്. ഏപ്രൺ മേഖലകളും ടെർമിനൽ, റൺവേ, കെട്ടിടങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളും സംഘം വിലയിരുത്തി. കിയാൽ MD തുളസീദാസുമായി സംഘം ചർച്ച നടത്തി. BCAS റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ സഞ്ജയ് ശർമ്മ, ഇന്റലിജൻസ് ബ്യൂറോ റീജിയണൽ ഇൻസ്പെക്ടർ N രാജ്, കസ്റ്റംസ് അസിസ്റ്റന്റ് കമ്മീഷണർ MK വിജയകുമാർ, CISF സീനിയർ കമാൻഡന്റ് M ശശികാന്ത് എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് സുരക്ഷാ പരിശോധന നടത്തിയത്. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. പോലീസ് ഉദ്യോഗസ്ഥ തല വീഴ്ചകളും അന്വേഷിക്കുമെന്ന് പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തം അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് PS ഗോപിനാഥൻ. ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന കാര്യവും രാഷ്ട്രീയ ഇടപെടലുകളും മൊഴി ലഭിക്കുന്നതനുസരിച്ച് അന്വേഷിക്കുമെന്നും കമ്മീഷൻ അറിയിച്ചു. അപകടം നടന്ന സ്ഥലം സന്ദർശിച്ച് കമ്മീഷൻ തെളിവെടുത്തു. സംഭവം നടന്ന 1 വർഷം പിന്നിടുമ്പോഴാണ് സംസ്ഥാന സർക്കാർ രൂപീകരിച്ച കമ്മീഷൻ സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നത്. ക്ഷേത്ര പരിസരവും കമ്പപ്പുരയും തകർന്ന കെട്ടിടങ്ങളും കമ്മീഷൻ സന്ദർശിച്ചു.
ഉദ്യോഗസ്ഥ തലത്തിലും പോലീസ് തലപ്പത്തുള്ളവർക്കും വീഴ്ച പറ്റിയെന്ന കാര്യം കമ്മീഷന്റെ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുന്നുണ്ടെന്ന് ജസ്റ്റിസ് PS ഗോപിനാഥൻ പറഞ്ഞു. അധികാരികളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെന്നൊരു ഇഷ്യൂ ഉണ്ട്, പോയിന്റ് ഉണ്ട്. രാഷ്ട്രീയ ഇടപെടലുകളോ ഗൂഢാലോചനയോ നടന്നിട്ടുണ്ടോ എന്ന കാര്യവും കമ്മീഷന്റെ ആദ്യ പരിഗണനയിൽ ഇല്ല. എന്നാൽ മൊഴി ലഭിച്ചാൽ അവയും അന്വേഷിക്കും. അട്ടിമറിയെ സംബന്ധിച്ച് ആരെങ്കിലും തെളിവ് കൊടുത്താൽ അവരുടെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ അതും പരിശോധിക്കുന്നതാണ്. നേരത്തെ സർക്കാർ രൂപീകരിച്ച ജസ്റ്റിസ് കൃഷ്ണൻ നായർ കമ്മീഷൻ അന്വേഷണ പരിധിയും വിഷയങ്ങളും നിർണയിച്ചു കൊടുക്കാത്തതിനെ തുടർന്ന് രാജിവെച്ചിരുന്നു. തുടർന്നാണ് പുതിയ കമ്മീഷനെ നിയോഗിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. രാജീവ് ഗാന്ധി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേരിലുള്ള രാജീവ് ഗാന്ധി കോളേജ് ഓഫ് ഡെന്റൽ സയൻസിന്റെയും ആശുപത്രിയുടെയും രജത ജൂബിലി ആഘോഷത്തിന് ബംഗളൂരുവിൽ തുടക്കമായി. രാജീവ് ഗാന്ധി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ കീഴിലുള്ള ഡെന്റൽ കോളേജിന്റെയും ആശുപത്രിയുടെയും രജത ജൂബിലി ആഘോഷത്തിന് ബാംഗ്ലൂരിൽ തുടക്കമായി. ADGP സഞ്ജയ് സഹായ് IPS മുഖ്യാതിഥിയായി പങ്കെടുത്തു. കർണാടക ഇന്നൊവേഷൻ കൗൺസിൽ ചെയർമാൻ പ്രൊഫസർ HB കിൻച, ദൂരദർശൻ സൗത്ത് സോൺ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഡോക്ടർ മഹേഷ് ജോഷി, ശിശുപാൽ യാദവ്, പ്രശസ്ത കന്നഡ ഹാസ്യതാരം റിച്ചാർഡ് ലൂയിസ് എന്നിവർ അതിഥികളായി പങ്കെടുത്ത് സംസാരിച്ചു. RGC ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ P സദാശിവത്തെ ആദരിച്ചു. മാനേജിംഗ് ഡയറക്ടർ ജൂനോ, സെക്രട്ടറി S ബിജോർ, ഡയറക്ടറും അഡ്മിനിസ്ട്രേറ്ററുമായ S സുനിൽകുമാർ, ഡയറക്ടർ ഷിത ടാഗോർ, RG മെഡിക്കൽ ഹോസ്പിറ്റൽ CEO ഡോക്ടർ അരുൺ എന്നിവരും സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, ബാംഗ്ലൂർ. മറയൂർ ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ള വിതരണത്തിനായി സ്ഥാപിച്ച കുടിവെള്ള പൈപ്പുകൾ സാമൂഹ്യ വിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചു. 1000-ഓളം വീടുകളിലേക്കുള്ള കുടിവെള്ള വിതരണമാണ് നിലച്ചത്. ചന്ദനമോഷ്ടാക്കളാണ് തീയിട്ടതെന്ന് നാട്ടുകാർ പറഞ്ഞു. മറയൂർ ഗ്രാമപഞ്ചായത്തിലെ ബാബുനഗർ, 100 വീട് എന്നിവിടങ്ങളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനായി സ്ഥാപിച്ചിരുന്ന HD ഹോസുകളും പൈപ്പുകളുമാണ് തീയിട്ട് നശിപ്പിച്ചത്. മറയൂർ ഗ്രാമത്തിലെ കുടിവെള്ള ടാങ്കിൽ നിന്നും 500-ഓളം വീടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള പൈപ്പുകളാണ് ചെമ്മൺകുഴി ഭാഗത്ത് മറയൂർ സെന്റ് മേരീസ് ചർച്ചിന്റെ അതിർത്തിയിൽ വെച്ച് തീയിട്ടത്. കുടിവെള്ള വിതരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നതിനാൽ കഴിഞ്ഞ ദിവസം പൈപ്പിൽ വെള്ളമുണ്ടായിരുന്നില്ല. ഇതിനാൽ 5 മീറ്ററോളം ദൂരത്തിൽ പൈപ്പുകൾ പൂർണ്ണമായും കത്തിനശിച്ചു. ഹോസുകൾക്ക് സമീപം പള്ളിവക സ്ഥലത്ത് നിന്നും 1.5 വർഷം മുമ്പ് ചന്ദനമരം മുറിച്ചു കടത്തിയിരുന്നു. ഇതിന്റെ കുറ്റി മാന്തിയെടുക്കുന്നതിനാണ് ഈ ഭാഗത്ത് തീയിട്ടതെന്നാണ് സമീപവാസികൾ പറയുന്നത്. ഇവിടെ നടക്കുന്ന ഇരുകാലികൾ എന്ന് പറയുന്ന മനുഷ്യനാണ് ഇവിടെ ഈ മൃഗത്തിനേക്കാളും കഷ്ടമായിട്ട് ഈ പൈപ്പുകൾ പിടിക്കുന്നത്. ഈ സാമൂഹിക വിരുദ്ധരാണ് തീയിട്ട് നശിപ്പിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് ഇപ്പോൾ 1 വർഷം 1.5 വർഷമായ ഈ നിൽക്കുന്ന ചന്ദനമരം കെട്ടിവെച്ചിരിക്കുക, കെട്ടിവെച്ച് അറുത്ത് കൊണ്ടുപോയിരിക്കുവാണ്. അതിന്റെ കുറ്റിയാണ് നിൽക്കുന്നത്. ഈ കുറ്റി മാന്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചന്ദനമോഷ്ടാക്കളാണ് ഈ പണി ചെയ്തിരിക്കുന്നത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. സാമൂഹിക വിരുദ്ധരെ കണ്ടുപിടിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാൻ. ബാവുനാറ്, രാജീവ് നായർ കോളനി, 10 വീട് കോളനി, ആ ഭാഗത്തേക്ക് പോകുന്ന ഹോസാണ് HDP ഹോസ്. ഏത് ടെലിഫോണിന്റെ കേബിളാണ് പോയിരിക്കുന്നത്. ഇതാരോ മനഃപൂർവ്വം ഈ കുറ്റി എടുക്കുന്നതിന് വേണ്ടി ചെയ്ത പരിപാടിയാണ്. ഒന്നാമത് ഇവിടെ കുടിവെള്ളമില്ല. മേൽഭാഗത്താണ് ഇന്നലെ മറയൂർ ഗ്രാമപഞ്ചായത്തിന്റെ ട്രാക്ടർ കയറിയ ഓസ് പൊട്ടി. നമ്മൾ വിളിച്ചു പറഞ്ഞ് അവരോട് വന്നിട്ട് ആ വെള്ളം മേലെ ഒരു ബ്ലോക്ക് ചെയ്തു. അവിടെയും വെള്ളമില്ല. ഇപ്പോൾ 2 ദിവസം പട്ടിക്കട ഭാഗത്തും വെള്ളമില്ല. നിലവിൽ വെള്ളം ഇതിൽ വന്നുകൊണ്ടിരുന്നതാണ്. ഇത് ഇവിടെ പൊട്ടിയിട്ടുണ്ട്. ഇവിടെ ഇത് കത്തിച്ചു കളഞ്ഞു. മേളിൽ ഇതുപോലെ ഇരിക്കുകയാണ്. ഇതിന് തക്കതായ നടപടി പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് എന്തൊരു തീരുമാനം എടുത്തേ പറ്റും. അത്യാവശ്യമായിട്ട് ഒന്നാമത് കുടിവെള്ളമില്ല. വണ്ടി കൊണ്ടാണ് ഇവിടെ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഒരു അന്വേഷണം ഉണ്ടായി ഇതിന്റെ യഥാർത്ഥ പ്രതികളെ കണ്ടുപിടിക്കണമെന്ന് നമ്മളൊരു വേനൽ മഴ ലഭിക്കാത്തതിനാൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് മറയൂർ നിവാസികൾ നേരിടുന്നത്. ജലസ്രോതസ്സുകൾ വറ്റിവരേണ്ടതും ജലനിധി പദ്ധതി പരാജയപ്പെട്ടതും കുടിവെള്ളം കിട്ടാക്കനിയാക്കി. കുടിവെള്ള പ്രതിസന്ധി നേരിടാൻ മറയൂർ പഞ്ചായത്തിൽ സർവകക്ഷി യോഗം ചേർന്നിരുന്നു. കുടിവെള്ള പദ്ധതി നടപ്പാക്കിയപ്പോൾ ഗുണനിലവാരം കുറഞ്ഞ പൈപ്പുകൾ സ്ഥാപിച്ചതിനാൽ നിരവധി ഭാഗങ്ങളിലാണ് പൈപ്പ് പൊട്ടി ജലം നഷ്ടമാകുന്നത്. ഇതിനു പുറമെ സാമൂഹ്യ വിരുദ്ധർ കൂടി പൈപ്പുകൾ നശിപ്പിക്കുന്നത് മറയൂർ നിവാസികളെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനും കോൺഗ്രസ് നേതാവുമായ തോമസ് കൊണ്ടോടിയുടെ വീട്ടിൽ റെയ്ഡ്. ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ട പരാതിയെ തുടർന്ന് ആദായനികുതി വകുപ്പിന്റെ ദില്ലി സംഘമാണ് റെയ്ഡ് നടത്തിയത്. പുതുപ്പള്ളി കൊച്ചാലമൂട്ടിലെ വീട്ടിലാണ് 2 ദിവസമായി റെയ്ഡ് നടത്തിയത്. സോളാർ കേസിൽ സരിതയുമായി പണമിടപാടിനെ കുറിച്ച് സംസാരിച്ചത് തോമസ് കൊണ്ടോടിയാണ്. ഇത് സംബന്ധിച്ച ശബ്ദരേഖ സോളാർ കമ്മീഷന് മുന്നിൽ സരിത ഹാജരാക്കിയിട്ടുണ്ട്. ദുബായിലെ ബിനാമി സ്ഥാപനം വഴി ഇന്ത്യയിലേക്ക് ഹവാല പണം കടത്തിയെന്ന പരാതിയെ തുടർന്നാണ് റെയ്ഡ്.